ബി.ജെ.പിയുടെ പ്രതിനിധി ശ്രീ കെ.വി.എസ്. ഹരിദാസിലേക്കാണ് പോകുന്നത്. ശ്രീ കെ.വി.എസ്. ഹരിദാസ്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ നമ്മൾ കേട്ട ഒരു പദമാണ് ഡീൽ എന്ന് പറയുന്നത്. ഇപ്പോൾ യഥാർത്ഥ ഡീൽ എന്താണെന്ന് നാട്ടുകാർക്ക് ബോധ്യം വന്നിരിക്കുകയാണ്. ബി.ജെ.പിയെ പരാജയപ്പെടുത്താൻ, ബി.ജെ.പിക്ക് വിജയസാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇടത് വലത് മുന്നണികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചെയ്യുകയും ഈ വർഗീയ പാർട്ടികളുടെ പിന്തുണ തേടുകയും ചെയ്യുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ്. ഒറ്റ അജണ്ടയേ ഉള്ളൂ, ബി.ജെ.പി ഏത് വിധേനയും പരാജയപ്പെടണം. അതല്ലേ ഇപ്പോൾ കേരളത്തിന് മുന്നിൽ തെളിഞ്ഞു വന്നിരിക്കുന്ന ഡീൽ എന്ന് പറയുന്നത്? അല്ല നീലിമ, ഇത് ഇപ്പോൾ തുടങ്ങിയതല്ലല്ലോ, ഇത് കേരളത്തിൽ തുടങ്ങിയതുമല്ലല്ലോ. കേരളത്തിന് പുറത്ത് ബി.ജെ.പിയെ തോൽപ്പിക്കാൻ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും എവിടെയൊക്കെ ചങ്ങാത്തമുണ്ടാക്കി. ത്രിപുരയിൽ നമ്മൾ കണ്ടില്ലേ, ബംഗാളിൽ കണ്ടില്ലേ, ഇപ്പോൾ തൊട്ടപ്പുറത്ത് നമ്മുടെ കളിക്കവള കടന്ന് ചെന്നാൽ, അല്ലെങ്കിൽ വാളയാർ കടന്ന് ചെന്നാൽ കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസ്സുകാരുടെയും മുസ്ലിം ലീഗിൻ്റെയും SDP-യുടെയും കൊടികൾ ഒന്നിച്ച് കെട്ടിവച്ചിരിക്കണം നമ്മൾ കണ്ടുകൂടെ? അപ്പോൾ ഇവരുടെ ചങ്ങാത്തം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ രാജ്യത്തുണ്ട്. അതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ദുർമോഹം മാത്രമേ ഉള്ളൂ, അതിൻ്റെ പിന്നിൽ രാജ്യദ്രോഹ ചിന്ത മാത്രമേ ഉള്ളൂ, അതിൻ്റെ പിന്നിൽ രാജ്യവിരുദ്ധ നിലപാടുകൾ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ പലവട്ടം ഈ രാജ്യത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ വീണ്ടും വീണ്ടും അത് ചർച്ച ചെയ്യുന്നു. അത്രേ അതിനെ കാണേണ്ടതുള്ളൂ. ഇപ്പം ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെ ഒക്കെ ന്യായീകരിക്കുക ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയൊക്കെ വക്താക്കന്മാർ വന്നിട്ട്. SDP എന്താ, പോപ്പുലർ ഫ്രണ്ട് അല്ലേ? രണ്ട് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പോപ്പുലർ ഫ്രണ്ടിനെ ഇവിടെ നിരോധിച്ചിട്ട് വർഷം എത്രയായി? അവരതിനെതിരായിട്ട് ട്രൈബ്യൂണലിൽ പോയി, ഹൈക്കോടതിയിൽ പോയി, ആ വിധികളൊക്കെ നമ്മളൊക്കെ വായിച്ചതല്ലേ? രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരാണ്, ഭീകരവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരാണ്. ഇതേ നിലപാടുള്ള പ്രസ്ഥാനം തന്നെയല്ലേ SDP? ഇതിവിടെയല്ല നീലിമ. കഴിഞ്ഞതിന് മുമ്പത്തെ കർണാടക തെരഞ്ഞെടുപ്പ് നമ്മളിവിടെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഈ പോപ്പുലർ ഫ്രണ്ടുകാരൻ അല്ലെങ്കിൽ SDP-കാരൻ സൗത്ത് കാനറ മേഖലയിലുള്ള 19 നിയമസഭാ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തി. 19 മണ്ഡലങ്ങളിൽ. അന്ന് KC വേണുഗോപാല കർണാടകത്തിലെ പ്രഭാരി കോൺഗ്രസിൻ്റെ. KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു ഇവരോട്, നിങ്ങൾ നിർത്തിയാൽ കോൺഗ്രസിന് ക്ഷീണമുണ്ടാവും, BJPക്ക് ഗുണകരമാവും. പിൻവലിക്കണതിൻ്റെ അവസാന നിമിഷം ഈ പോപ്പുലർ ഫ്രണ്ടുകാരൻ SDP-കാരൻ എല്ലാ സ്ഥാനാർത്ഥികളെയും പിൻവലിച്ചിട്ട് കോൺഗ്രസിന് പിന്തുണ കൊടുത്തു പരസ്യമായിട്ട്. കഴിഞ്ഞ തവണ ഗുജറാത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കേരളത്തിൽ നിന്നുള്ള SDP-കാർ പോയിട്ട് പിന്തുണ കൊടുത്തില്ലേ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക്? പണവും കൊണ്ട് കൊടുത്തു. അവിടെയൊന്നും ഇവർ മത്സരിക്കുകയല്ല ചെയ്തത്. അപ്പോൾ ഇവർ തമ്മിലുള്ള രാഷ്ട്രീയ അവഹിത ബാന്ധവം അത് കഴിഞ്ഞ കുറേ നാളായിട്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പുനരാവിഷ്കരണമാണ് ഇപ്പോൾ കേരളത്തിൽ കാണുന്നത്. അതിലിപ്പോൾ മദനിയെപ്പോലും, MA ബേബിയെ പോലുള്ള ഒരു നേതാവ് അബ്ദുൽ നാസർ മദനിയെപ്പോലും ന്യായീകരിക്കാൻ വരുന്നു. ഒരുപക്ഷെ ബേബിക്ക് അത് ചെയ്യാനുള്ള അധികാരമുണ്ടായിരിക്കും. കാരണം ബേബിയുടെ നേതാവ് EMS നമ്പൂതിരിപ്പാട് പണ്ട് മദനിയെ ഗാന്ധിയോട് ഉപമിച്ചത് ചരിത്രത്തിൻ്റെ ഭാഗമല്ലേ? ഇത്രയും നാണം കെട്ട ഒരു രാഷ്ട്രീയ ശൈലി EMSനെ പോലുള്ള ഒരാൾ മദനിയെ ഗാന്ധിയോട് ഉപയോഗിച്ച് ദേശാഭിമാനിൽ എഴുതിയ ലേഖനം ഇന്നും പൊതുമണ്ഡലത്തിൽ കാണാം. അങ്ങനെയുള്ള ഒരു ചരിത്രം ബാക്കി നിൽക്കുമ്പോൾ ഇപ്പം ബേബിക്ക് പറയാം മദനി മാറിയെന്ന്. യഥാർത്ഥത്തിൽ മാറിയത് മദനിയല്ല, ബേബിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമാണ്, CPM-ഉമാണ്. അത് ലോകം കണ്ടുകൊണ്ടിരിക്കുക. ഈ ഭീകര പ്രസ്ഥാനങ്ങൾക്കൊപ്പം ലോകത്തെവിടെയൊക്കെ ഭീകരവാദമുണ്ടോ അതിനൊപ്പം കമ്മ്യൂണിസ്റ്റുകാർ കൈ ഉയർത്തി നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ഹമാസിനൊപ്പം നിൽക്കുന്നു. അതുപോലെ തന്നെയുള്ള എല്ലാ ജിഹാദി പ്രസ്ഥാനങ്ങൾക്കൊപ്പം അവർ നിൽക്കുന്നില്ലേ? ഇന്ത്യയിൽ എവിടെയൊക്കെ ജിഹാദികൾ അഴിഞ്ഞാടിയിട്ടുണ്ടോ ആ സമയത്തൊക്കെ ഈ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരനും ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ ഒന്നിച്ചാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇതിലൊരു പുതുമയൊന്നുമില്ല. കേരളം ഇത് തിരിച്ചറിയുന്നുണ്ട്. ഇവിടെ UDF അധികാരത്തിൽ വന്നാലും LDF അധികാരത്തിൽ വന്നാലും നിയന്ത്രിക്കാൻ പോകുന്നത് ഈ ജിഹാദി പ്രസ്ഥാനങ്ങളായിരിക്കും, ജിഹാദി നേതാക്കന്മാരായിരിക്കും. അത് കേരളം
കേരളത്തിലെ സമ്മതിദായകർ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ തിരിച്ചറിയും എന്ന് വിശ്വസിക്കുന്നവരാണ് BJP-ക്കാർ, NDA-ക്കാർ. അതേ എനിക്കിപ്പോൾ ആദ്യവട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളൂ. യെസ്, സർവോപരി വോട്ടർമാർ അക്കാര്യം തിരിച്ചറിയുന്നുണ്ട്. ശ്രീ ജലീൽ പുനലൂരിലേക്ക് എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം.